മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ചിലപ്പോൾ ചില വ്യക്തികളിലേക്ക് നോക്കിയാൽ വളരെ വികൃതമായ ചില കോംബോ കാണാം. രൂപം മനുഷ്യന്റേതായിരിക്കാം, സ്വഭാവം മൃഗത്തിൻ്റെതായിരിക്കും. വെളിപാട് പുസ്തകവും ദാനിയേലിന്റെ പുസ്തകവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ചില മൃഗങ്ങളുടെ രൂപം, ചില ദർശനങ്ങൾ അവർക്കുണ്ടായത്, ഇനി അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകൾ, കൈ എങ്ങനെ ഇരിക്കുന്നു, കാലെങ്ങനെ ഇരിക്കുന്നു, തല എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചെമ്പാണെങ്കിൽ മറ്റൊന്ന് ഓട്, മറ്റൊന്ന് ഇരുമ്പ്, അങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ചില വൈകൃതങ്ങളുള്ള വ്യക്തികളെ, അവരെക്കുറിച്ച് വചനം പറയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ സ്വഭാവമാണെങ്കിൽ മനുഷ്യ ഹാ കഷ്ടം. അതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കൾക്ക് യോജിച്ച ഒരു കോംബോ അത് നമുക്കുണ്ടാകണം. പേര് ക്രിസ്ത്യാനി എന്ന പേര് പോരാ, ക്രിസ്ത്യാനിയുടെ സ്വഭാവം കൂടി നമുക്കുണ്ടാകണം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ ചങ്ക് പൊട്ടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവ് ചിലപ്പോൾ എൻ്റെ മക്കളെ തല്ലുന്നത് പട്ടിയെ തല്ലുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ്. ഭർത്താവിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇനി അതനുസരിച്ച് ഇവര് വരുന്നില്ലെങ്കിൽ അതുപോലത്തെ അടിയാണ്. ഞാൻ എങ്ങാനും തടസ്സം നിൽക്കാനായിട്ട് ചെല്ലുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ഭർത്താവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടും അതിന്റെ ഭാഗം. അതുകൊണ്ട് എനിക്ക് പേടി അങ്ങോട്ട് പോകാൻ. പട്ടിയെ തല്ലുന്നതിനേക്കാൾ ക്രൂരമായ രീതിയിൽ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് പെരുമാറുന്നു. നമുക്ക് സ്വഭാവം ഈ രീതിയിലാണെങ്കിൽ, ക്രിസ്ത്യാനിയുടെ പേരുണ്ടെന്ന് പറഞ്ഞാലും, കഴുത്തിൽ കൊന്ത ധരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, അത് എന്തൊരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കി ദൈവവചനം പറയുന്നൊരു കാര്യം, മനുഷ്യ ഹാ കഷ്ടം, നീ ഇങ്ങനെ ജീവിക്കുന്നത് ഹാ കഷ്ടം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന ചില വൈകൃതങ്ങൾ മാറ്റി സുഹൃതങ്ങൾ പുണരുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം, ചില മൃഗങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മൃഗങ്ങൾ പോലും ദൈവത്തെ മാനിക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതും. ദൈവമക്കൾ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പരിതാപകരം. മൃഗങ്ങള് അവരുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളെല്ലാം വളരെ ഉന്നതമായ ലെവലുള്ളവരാണ്, ലെവലിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. മൃഗങ്ങളെ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റും. ബൈബിളിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏലിയായ്ക്ക് ദിവസേന അപ്പം എത്തിച്ചു കൊടുത്ത കാക്കകൾ. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ഒരു സന്യാസിയായിരുന്നു, മരുഭൂമിയിൽ ജീവിച്ച ഒരു സന്യാസി. അദ്ദേഹത്തിന് കാക്ക എല്ലാ ദിവസവും ഒരപ്പം കൊണ്ടുപോകും. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ 2 അപ്പം. എനിക്ക് എത്ര കൃത്യമായിട്ട് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഗ്യപ്പെട്ട കാക്കകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഭാഗ്യപ്പെട്ട പക്ഷികൾ എന്ന് പറയാൻ പറ്റും. സംഖ്യ 22 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവദൂതനെ കണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കഴുത, ബാലാമിന്റെ കഴുത. ബാലാം ആ ദൂതനെ കാണാതിരുന്നപ്പോഴും ഈ കഴുത ആ ദൂതനെ കണ്ടിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അനുസരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, 7 സിംഹങ്ങൾ 6 ദിവസം ദാനിയേലിന്റെ കൂടെ കടന്നു. എന്നിട്ട് അവനെ തൊട്ടില്ല. ദൈവദൂതൻ കൽപ്പിച്ചത് അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നുണ്ട്, ദൂതൻ വന്ന് ആ മൃഗങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല എന്ന് അവൻ ഏറ്റു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യരെ പോലും സംരക്ഷിക്കുന്ന മൃഗങ്ങളെ കാണാൻ പറ്റും. ഇതെല്ലാം ട്രോള്, ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മീഡിയ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യരെ സംരക്ഷിക്കുന്ന മൃഗങ്ങൾ, വേണമെങ്കിൽ ഒരു ഭൂമികുലുക്കം വരുന്നു, അതല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ വരുന്നു, ഇത് മണത്തറിഞ്ഞിട്ട് വേണമെങ്കിൽ മനുഷ്യരെ അവിടെ നിന്നും രക്ഷിക്കാൻ നോക്കുന്ന ഒരു നായയുടെ കാര്യം പറഞ്ഞത്, ഇതിങ്ങനെ യജമാനന്റെ മുമ്പിൽ നിന്ന് കൊരയോട് കൊരയാ, അപ്പുറത്തോട്ട് വിടുന്നില്ല, തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, നല്ല ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ നായ തന്റെ യജമാനനെ ആ ഏരിയയിലേക്ക് വിടാതിരുന്നത്. ഇങ്ങനെയെല്ലാം മനുഷ്യനെ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ കാണാൻ പറ്റും. ഇന്ന് മനുഷ്യരെ ഏതെങ്കിലും വിധത്തിൽ തകർത്ത് തരിപ്പണമാക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. മൃഗങ്ങളെക്കാൾ കഷ്ടത്തിലല്ലേ, അല്ലെങ്കിൽ ഒരു താഴ്ന്ന ലെവലിലേക്കല്ലേ അവർ പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞത്, അയലോക്കംകാരെ അതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അവരുടെ വേസ്റ്റ് വെള്ളം പറമ്പിലേക്ക് ഇടുക, അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളം ഇവരുടെ കിണറിൻ്റെ അങ്ങോട്ട് ഒഴുക്കുക, ഇങ്ങനെയുള്ള നീച പ്രവൃത്തി മനുഷ്യനെതിരെ ചെയ്യുന്നു. മറുവശത്ത് നമ്മൾ കാണുന്നു, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ മൃഗങ്ങൾ പോലും മനുഷ്യരെ സ്നേഹിച്ച് സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, സഹജീവികളെ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. സഹജീവികൾ ചില പിക്ചറൊക്കെ മീഡിയ വഴി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേണേ ഒരു കോഴിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പട്ടി ആ കോഴിയെ കൊന്ന് തിന്നാനല്ല നോക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്ന. അതുപോലെ മൃഗങ്ങളെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം കാണാൻ പറ്റും. ഒരു ദൈവപുരുഷൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒരു സിംഹം വന്ന് അവനെ അടിച്ചു കൊല്ലുന്ന ഒരു രംഗം. പിന്നീട് നമ്മൾ കാണുകയാണ് ഈ സിംഹവും ഒരു കഴുതയും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ശാന്തമായിട്ടിരിക്കുന്നു. ആ സിംഹം കഴുതയെ ഉപദ്രവിക്കാൻ നോക്കുന്നില്ല, തിന്നാൻ നോക്കുന്നില്ല. അതല്ലെങ്കിൽ വീണ് കിടക്കുന്ന ആ ശവശരീരം അത് തിന്നാനായിട്ട് നോക്കുന്നില്ല. അതുപോലെ ബഹുമാനപൂർവ്വം അവിടെ നിലകൊള്ളുന്ന മൃഗങ്ങളെ പോലും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ ഒരു കാര്യം ഇതാണ്, സംയമനം പാലിക്കുന്ന മൃഗങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടെത്താം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് ആനകളുടെ കാര്യം. ഒരു കൊമ്പനാന ഒരു പിടിയാനയെ കൂട്ടി വേണമെങ്കിൽ 3 വർഷത്തിൽ ഒരിക്കലാണ് ഇണചേരാൻ പോവുക. അതും വെറും 5 ദിവസം മാത്രം. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദേഹശുദ്ധി, വെള്ളത്തിലിറങ്ങി ദേഹശുദ്ധി വരുത്തിയിട്ടാണ് ആനകളുടെ ഗണത്തിലേക്ക് പോവുക. ദമ്പതിമാരോട് ഫ്രാൻസിസ് സാലസ് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിൽ നിന്നും നിങ്ങൾക്കും പഠിക്കാനുണ്ട്. ആത്മസംയമനം പാലിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. ദമ്പതിമാരുടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖാസ്വാദനം കംപ്ലീറ്റ് ഉപേക്ഷിക്കുന്നതല്ല, ആത്മസംയമനം ആ ഒരു മേഖലയിൽ പാലിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സംയമനം ഇല്ലാത്ത മനുഷ്യരെ കാണും. ഒരു സൈഡിൽ സംയമനം പാലിക്കുന്ന മൃഗങ്ങൾ പോലും സംയമനമില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അവരുടെ ഗണത്തിൽ പെടേണ്ടവരല്ല ദൈവമക്കൾ. ഇന്ന് ചിലർക്ക് അക്രമം അലങ്കാരമായി മാറിയിരിക്കുക. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്തെല്ലാം അക്രമം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. സങ്കീർത്തനം 73 6-ാമത്തെ വചനം വേണമെങ്കിൽ അഹങ്കാരം നമുക്ക് ഒരു അലങ്കാരമാക്കി മാറ്റാം എന്ന് പറഞ്ഞ പോലെ അക്രമം അലങ്കാരമാക്കി മാറ്റിയിരിക്കുന്ന വ്യക്തികൾ. ധനമോഹം തലയ്ക്ക് പിടിച്ച് ഇന്ന് സംയമനമില്ലാതെ പെരുമാറുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്നു വരും. ലൈംഗിക സുഖം തലയ്ക്ക് പിടിച്ചിട്ട് സംയമനമില്ലാത്ത വ്യക്തികൾ. ഇവിടെല്ലാം നമ്മൾ ചില വൈകൃതങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവ ഉപേക്ഷിച്ച് സുഹൃത ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മനുഷ്യത്വത്തെക്കാൾ മൃഗീയത ഭരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.